ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളി ഐറ്റമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതാണ് പച്ചടി. പച്ചടി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളോർക്കും പൈനാപ്പിൾ ആണെന്ന്. എന്നാൽ പൈനാപ്പിൾ അല്ലാട്ടോ, നല്ല പച്ച മുന്തിരിയും കൊണ്ടുള്ള അടിപൊളി പച്ചടി. അപ്പം നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ച മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആ മുന്തിരിക്കൊലയിൽ നിന്നൊക്കെ നമുക്ക് വേർപെടുത്തി അടത്തിയിട്ട് കുഞ്ഞായിട്ടൊന്ന് അരിയണം. നമുക്കിവിടെ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഈ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ പകുതിയോളം മതി. പറയുവാണെങ്കിൽ ഒരു 1/4 ഭാഗം മതി. നമുക്ക് അരിയുമ്പോഴത്തേക്കും വട്ടത്തിലോ നീളത്തിലോ അവനവൻ്റെ കലാബോധത്തിനനുസരിച്ച് നീളത്തിലോ ചതുരത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞെടുത്തോട്ടോ, ഒരു വിരോധവും ഇല്ല. ഒരു ചെറിയ ബൗളിലെ മുന്തിരിയുടെ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് അരച്ച് ചേർക്കുന്ന മിശ്രിതമാണ് ചെറിയ ജീരകം, 2-3 ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് തേങ്ങ, ശകലം കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു ഇച്ചിരി പോകുന്ന വെള്ളം മതി, ഒരു 1/4 കപ്പോളം വെള്ളം മതി കേട്ടോ നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്ത മിക്സ് അതിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ലോ ഫ്ലെയിം ആയിരിക്കണം, തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുന്തിരിയില്ലേ, ആ പച്ചമുന്തിരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം നമുക്കൊന്ന് വെക്കണം. ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു 3 ടേബിൾ സ്പൂൺ തൈര് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തൈരാട്ടോ. ആ പുളിയും ആ ഒരു കുഞ്ഞെരിവും ആ ഒരു മധുരവും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. അതേസമയം നമുക്ക് വേറൊരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് ഓയിലല്ല കേട്ടോ ഇതിന് ഒഴിച്ചു കൊടുക്കേണ്ട. ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിലാണ് താളിച്ച് കൂട്ടുമ്പോൾ ആ ഒരു ഫ്ലേവർ, ആ ഒരു മണം, ഒരു സ്മെൽ എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും അടിപൊളി ടേസ്റ്റാണ് വെളിച്ചെണ്ണ താളിച്ചൊഴിക്കുന്ന കറിക്ക്. ഇനി നമുക്ക് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് 2 വറ്റൽമുളക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് മൂത്ത് വരുന്ന സമയത്തിന് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഉള്ളിയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ഒരു ബ്രൗൺ നിറം വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് പച്ചടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പച്ചടി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. പിന്നെ സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് പച്ചടി. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങളോട് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്മെല്ല് വരുന്നത്. അടിപൊളി സ്മെല്ലാണ്. ആ എണ്ണയിൽ കടുകിൻ്റെയും ആ കുഞ്ഞുള്ളിയുടെയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന മണം എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ വയ്യ.
അത്രയും നല്ല അടിപൊളി സ്മെല്ലാണ്. ഇതൊന്ന് ബ്രൗൺ നിറമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് താളിച്ചൊഴിക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കാനും മറക്കരുത് കേട്ടോ. എങ്കിലേ ഉള്ളൂ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. എപ്പോഴും ഞാൻ പറയുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ വിജയം. എങ്കിൽ നമുക്കിതൊന്ന് താളിച്ചൊഴിച്ചാലോ. ഈ സമയം ഞാനിവിടെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കുക കേട്ടോ. താളിച്ചൊഴിക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റൗ കത്തിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനത് ഓഫ് ചെയ്തേക്കുക. ഒരുപാട് നേരം നമുക്ക് പച്ചമുന്തിരി വേകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടൊന്ന് തിളകേറി വരേണ്ട സമയം വേണ്ടുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് കണക്കെ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് നമുക്കിതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കണം. അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഒത്തിരിയൊന്നും വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന മിന്നൂസേ ഓടി വരും, ഉമ്മി എന്താ ഉമ്മി ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരും, താളിച്ച കറിയുടെ മണമൊക്കെ കേട്ടിട്ടേ. അപ്പം അവക്കൊക്കെ എന്ന് പറഞ്ഞാൽ 2 മക്കൾക്കും ഭയങ്കരമായിട്ട് എരിവ് ഇഷ്ടമില്ലാത്ത കൂട്ടത്തില്ല. അതുങ്ങൾ ഒരു പാത്രമായിട്ട് വരും, ഉമ്മി കുറച്ച് താവുമ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞൊരു പാത്രമായിട്ട് അവൾ വന്ന് നിൽക്കുക. എന്തായാലും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, അവൾ കൊണ്ടോട്ടെ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ റെസിപ്പി ആയിട്ട് ഇനി ഞങ്ങൾ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.